ഡോക്ടർ സുകുമാർ അഴീക്കോട് അന്തരിച്ചിട്ട് 12 വർഷം. പക്ഷേ അഴീക്കോടിന്റെ ചിതാഭസ്മം എന്ത് ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലാണ് കേരള സാഹിത്യ അക്കാദമി. സാഹിത്യ അക്കാദമി ഏറ്റെടുത്ത തൃശൂർ എരവിമംഗലത്തെ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വർഷങ്ങളായി ചിതാഭസ്മം. 2012 ജനുവരി 24 ഡോക്ടർ സുകുമാർ അഴീക്കോട് അന്തരിച്ചത്. തൃശൂരിൽ വെച്ച് മരിച്ചെങ്കിലും സംസ്കാരം കണ്ണൂർ പയ്യാമ്പലത്തായിരുന്നു. പിന്നീട് എരവിമംഗലത്തുള്ള അഴീക്കോടിന്റെ വീട് സർക്കാർ ഏറ്റെടുത്തു, സാംസ്കാരിക മന്ദിരമാക്കി. അഴീക്കോടിന്റെ ചിതാഭസ്മം ഇവിടെ അലമാരയിൽ സൂക്ഷിച്ചു. മാത്രവുമല്ല, സാംസ്കാരിക മന്ദിരം യാതൊരു പ്രയോജനവുമില്ലാത്ത അവസ്ഥയിലുമാണിപ്പോൾ. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ, പ്രത്യേകിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, മലയാളം സർവകലാശാല, കാലടി സർവകലാശാല, ഇത്തരം സർവകലാശാലകളുടെ ഒരു റിസർച്ച് സെൻ്ററായി മാഷിൻ്റെ ഈ സ്മാരകം, അഴീക്കോട് മാഷിൻ്റെ വീടിരിക്കുന്ന സ്മാരകത്തെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ വിദ്യാർത്ഥി സമൂഹത്തെ നമുക്ക് അവിടേക്ക് എത്തിക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള ഭാവനാപൂർണ്ണമായ യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല കേരള സാഹിത്യ അക്കാദമിക്കും സാംസ്കാരിക വകുപ്പിനും എന്നുള്ളത് മാഷിനോടുള്ള കടുത്ത അനീതിയാണ്. ചിതാഭസ്മം എന്തു ചെയ്യണമെന്ന് അഴീക്കോട് മരിക്കും മുമ്പ് എഴുതി വച്ചിട്ടില്ലെന്നതാണ് അക്കാദമിയെ കുഴയ്ക്കുന്നത്. അത് ചിതാഭസ്മത്തെക്കുറിച്ച് അഴീക്കോട് ഒന്നും അദ്ദേഹത്തിൻ്റെ വിൽപത്രത്തിൽ എഴുതി വച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഞങ്ങളെ ഉപദേശിക്കാൻ ആരുമില്ല. അപ്പോൾ അത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടം പോലെ അത് കടലിലൊഴുക്കുകയോ അല്ലെങ്കിൽ ഗംഗയിൽ തന്നെ കൊണ്ടുപോയി നിക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ കൃത്യമായ ഒരു നിർദ്ദേശമില്ലാത്തിടത്തോളം ആ ചിതാഭസ്മം ഭദ്രമായി സൂക്ഷിക്കുക എന്നതാണ് ഞങ്ങൾക്ക് ചെയ്യാവുന്നത്. ഒരു കാലത്ത് കേരളത്തിന് ശബ്ദമായിരുന്ന അഴീക്കോടിന്റെ ചിതാഭസ്മത്തിനാണ് ഇന്ന് ഈ ദുരവസ്ഥ. 12 വർഷം പിന്നിടുമ്പോഴെങ്കിലും ഉചിതമായ സംസ്കരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സാംസ്കാരിക ലോകം. റിപ്പോർട്ടർ ജയ്സൈൻ, തൃശൂർ.